എപ്പോഴാണ് നല്ല ദിവസം വരിക അതിന് കാത്തിരിക്കണത് എല്ലാവരും ഇല്ലേ. എല്ലാവരും ഇതിനാണ് കാത്തിരിക്കുന്നത്. നല്ലൊരു ദിവസം വരും, എന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ലൊരു ദിവസം വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കണവരാണ് നമ്മളെല്ലാവരും ഇല്ലേ. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസത്തിനെ കാത്തിരിക്കണ കുറച്ച് ഓർമ്മകളും കാര്യങ്ങളും റെസിപ്പിയും മഴയും അങ്ങനെ എല്ലാ പരിപാടിയും കൂടിയിട്ട് ഞാനിതങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. അപ്പോൾ നമ്മൾ പരസ്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അതാണ് ഇതും കൂടി ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കുന്ന ഇഷ്ടമാകുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്കുമ്പോൾ തോണ്ടാത്തവരാണെങ്കിൽ ഒന്ന് തോണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് എൻ്റെ വീഡിയോ എടുപ്പൽ ഞാനാണ് ഇങ്ങോട്ട് തുടങ്ങിയത്. കുഞ്ഞാറ്റിനെ സ്കൂളിലൊക്കെ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ആ പരിപാടികളുണ്ടല്ലോ, രാവിലത്തെ ആ ഒരു ക്ലീശിയ പരിപാടികളുണ്ടല്ലോ, പല്ലിയപ്പ് ചായപൊടി അതും ഇതുമൊക്കെ, അങ്ങനത്തെ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പരിപാടി നോക്കണം. അതിൻ്റെ മുന്നേ ഇതാക്കണമെന്ന് മാറാല തട്ടാണ്ട് കേട്ടോ. അപ്പോൾ മാറാല എന്ന് പറയുമ്പോൾ അങ്ങനെ ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ഓടുമല ഇങ്ങനെ പട്ടി പൊടിച്ചിക്കൂലേ, ഇട്ടയിലൊക്കെ കൂട് കിട്ടൂല, അതാണ് മാറാല. മാറാലക്ക് വേറെ എന്തെങ്കിലും പേര് പറയുമോ അതൊക്കെ അറിയില്ല. ഏതായാലും അത് തട്ടാനുള്ള പരിപാടിയാണ്. വീടൊന്ന് വൃത്തിയാക്കാം കേട്ടോ. ഡീപ്പ് ക്ലീനിങ് അല്ല, ഒന്ന് മാറാല തട്ടില്ല ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളെ വീട് അങ്ങനെ ഓട് വീടാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഓട് വീടാണ്, കുറച്ച് ഉയരല്ല വീടാണ് കേട്ടോ. വാർപ്പിൻ്റെക്കാളും കുറച്ചുകൂടി ഉയരല്ല വീടാണ്. അപ്പോൾ അതങ്ങനെ നമ്മളെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഈ ഒരു മാറാല തട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ചൂല് പറ്റൂല. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു മുളങ്കോൽ എടുക്കലാണ്ട്. മുളങ്കോലാണെങ്കിൽ വലിയതാണല്ലോ, അതിന്മേൽ ചൂലോ പട്ടയോ അങ്ങനെ എന്തെങ്കിലും കെട്ടിയാൽ ഉഷാറായിട്ട് മാറാല തട്ടി എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വലിയൊരു തോട്ടിയാണ് എടുത്തിട്ടുള്ളത്. തോട്ടിയാവുമ്പം നല്ല സുഖമാണ്, അങ്ങനെ അടിച്ച് നോക്കിയാൽ മതി. പിന്നെ മാറാല പൊതുവേ ഞാൻ കുറവാണ് തട്ടൽ കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെയാണ് തട്ടലുള്ളൂ. മാറാല അവിടെ ഇവിടെയൊക്കെ കാണുമ്പം അങ്ങനെ തട്ടും, അല്ലാതെ നല്ല ഉഷാറായിട്ട് തട്ടലില്ല. ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട് നല്ല മൊത്തത്തിൽ ചെതലൊടിച്ചിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് പട്ടികയും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെ ചെതലൊടിച്ചിക്കണ്. വാടകക്കാരോണ്ട് പൊറുതി മുട്ടി. ഓലാണെങ്കിൽ പൈസയും തരൂല, അങ്ങനെ വന്ന് കൂടി തന്നെയാണ്. മിക്കവാറും നമ്മളെ തലയിൽ കൂടെ പൊളിഞ്ഞാടാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യമൊന്നും ഇപ്പോൾ ഇങ്ങനെയൊന്നും നമ്മളെ ചെതൽ പിടിച്ചിട്ടില്ലേന്ന് കേട്ടോ. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് ചെതൽ പിടിച്ചിരിക്കുന്നത്. പട്ടികൊന്നും കാണാനില്ലാതായിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഓരോരോ മൺപുറ്റുകളാണ് പട്ടികൾക്ക് പകരമൊക്കെ കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ മരുന്ന് അടിച്ചിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2 തായ്യരയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളൂ. തമ്പരയ്ക്ക് വന്നിട്ടൊന്നുമില്ല. തമ്പര എന്ന് പറയുന്ന മേലെ ഒരു വീടുണ്ടല്ലോ, ആ ഒരു വീടാണ്. 2 സൈഡിലുള്ളൊരു വീട്, പിന്നെ അതിൻ്റെ മേലെ ഒരു വീട്, അതാണ് തമ്പര തായ്യര എന്നൊക്കെയാണ് പറയൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വീടാണ്. നമ്മൾ പഴയ ഒരു വീടാണ് കേട്ടോ, പഴയൊരു മോഡലിലെ വീടാണ്. നമ്മളെ വീട് പണിതത് എന്താണെന്ന് ചോദിച്ചാൽ 2008 നമ്മളെ വീട് പാസ്സായത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു ചൈത്ര യാത്ര തന്നെയായിരുന്നു. പറയണ്ട, അതൊന്നും പറയണ്ട. പേറും പ്രസവവും വീട് പണി അങ്ങനെ ഭയങ്കരമായിട്ട് അമ്മൻ്റെ സൂക്കടും ഒക്കെപ്പാടെ ഒരു കഥയായിരുന്നു. അപ്പോൾ അത് പറയാൻ ഇനി നിൽക്കാനുള്ള നേരമല്ല. നമുക്ക് ആ ഒരു മാറാല തട്ടലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ. ഏറെക്കുറെ ചെതലന്നെയാണ് ചാടിയത്. അപ്പോൾ മാറാല കമ്മിയായിരുന്നു, ചെതൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടി ഒതുക്കി വെച്ചിട്ട് വേഗം അടുപ്പത്തേക്ക് വന്നതാണ്. അപ്പോൾ ചോറ് അതാക്കുന്നത് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻ നന്നാക്കണം. മീനൊക്കെ നന്നാക്കി. മത്തിയാണ് വാങ്ങിയിട്ടില്ല, നല്ല ഉഷാറൻ മത്തിയെന്ന്. അതോ 50 ഉറുപ്പ്യക്ക് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. മത്തി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ വേഗം മത്തി വാങ്ങാൻ മണ്ടിയപ്പോഴാണ് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മത്തി വാങ്ങിയത് കേട്ടോ. അതിലാണ് തൊട്ടപ്പുറത്ത് അയലോക്കത്ത് മുരിങ്ങമരം വെട്ടണത്. പിന്നെ ആ മീൻ കവറും കൊണ്ട് ഞാൻ അവിടെ പോയി കുറച്ച് മുരിങ്ങയും പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഇവിടെ വന്നത്. അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് ഏതായാലും ഉച്ചക്കൽ ഒന്നും നോക്കണ്ട, മുരിങ്ങാത്താളിപ്പും മീൻ പൊരിച്ചതാണ് ഇന്ന് ഉച്ചക്കൊക്കെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ ഇക്കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ സ്പീഡിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ വർത്താനം പറയുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുള്ളൂ. നിർത്തി മെല്ലെ എന്ന് പറഞ്ഞാലേക്ക് ഒന്നും ആവില്ല. നമ്മളെ പണിയെടുക്കൽ പോലെ തന്നെ കേട്ടോ. ഒക്കെ സ്പീഡിലാക്കണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അടുത്ത വീഡിയോക്ക് നമുക്ക് സ്പീഡ് കുറച്ചിട്ട് മെല്ലെ ഇങ്ങനെ സ്ലോവിൽ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഏതായാലും ഒന്ന് കമൻറ്റ് ഇട്ടോളി. അപ്പോൾ മീനിൽ ഞാൻ എന്താ ഇട്ട് വെച്ചാൽ ഉപ്പ്, മഞ്ഞൾ, മുളക്, അതേപോലെ തന്നെ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചത് നല്ല ഒന്ന് ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ പാടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തലയൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. തല വേറെ പൊരിക്കാനാണ്, ഉടൽ വേറെ പൊരിക്കാനാണ്, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേഗം മുരിങ്ങ ഒന്ന് ഊരിയെടുക്കട്ടെ കേട്ടോ. നല്ല മുരിങ്ങ പറഞ്ഞാൽ നല്ല ഉഷാറ് മുരിങ്ങയാണ്. ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളല്ലേ, മസാലകളൊന്നും അധികം വാങ്ങി കൂട്ടിയാലേ പള്ളക്ക് ഒരുമാതിരി കേടയിക്കാറ് കേട്ടോ. അത് വിചാരിച്ചിട്ട് മുരിങ്ങ ഇലക്കർഗ്ഗങ്ങൾ എവിടുന്ന് കിട്ടണം അവിടുന്ന് അതൊക്കെ വച്ച് വാരി കൊണ്ടുവരുന്ന പണിയാണ് ഇപ്പം. അപ്പം ഏറ്റവും നല്ലതാണല്ലോ മുരിങ്ങ, അല്ലെങ്കിൽ മത്തൻ്റെ ഇല, ചീരൻ്റെ ഇല, അങ്ങനത്തെ ഇലകളൊക്കെ തിന്ന ആൾക്കാർ ഇപ്പോൾ ഏറ്റവും നല്ല കിട്ടും. നല്ല ചൂട് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂടാണുള്ളത്. അപ്പം നമുക്ക്
മുരിങ്ങൻ്റെ ഇല താളിക്കുക കേട്ടോ. ഇത് കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവില്ല, കുറേ വേറെ ജില്ലയിലത്തവർക്ക് അറിയുണ്ടാവില്ല കേട്ടോ. നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇത് പച്ചവെള്ളമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചട്ടി വെക്കുക, നല്ല ഉഷാറായിട്ട് ചൂടാകുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ ചുമന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അതും കൂടി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മളെ കഞ്ഞിവെള്ളം നല്ല ഉഷാറൻ കുറുന്നനല്ല കഞ്ഞിവെള്ളമാണെങ്കിൽ അടിപൊളിയായിക്കാരം. കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക, ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ മുരിങ്ങൻ്റെ ഇല ഇപ്പം കഴുകണം കേട്ടോ. ഇപ്പം മഴയും കാര്യങ്ങളൊന്നും പെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പം കഴുകണം, അല്ലെങ്കിൽ നല്ലപോലെ പൊടി ഉണ്ടാകും. ഈ മുരിങ്ങൻ്റെ ഇല കഴുകിയാൽ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം പറഞ്ഞ പോലെയാണ്, ഒട്ടും നനയൊന്നുമില്ല. എന്നാലും നമ്മൾ സമാധാനത്തിന് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് ഇതാക്കി എടുക്കുക, അത്രേ തന്നെയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് തിളച്ച് അറിയാമല്ലോ, ഈ ഇലക്ക ഒന്നും വല്ലാതെ അങ്ങോട്ട് വേവില്ല, കുറച്ച് വേവേ ഉള്ളൂ. കുറച്ചൊന്ന് തിളച്ച് വരുമ്പം അതൊന്ന് ഓഫാക്കി വെച്ചാൽ മതി, നമ്മൾ കറി റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് ഉച്ചക്ക് എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കണം. കുറേ ദിവസമായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൂപ്പര് ഇതാക്കണം, ഉപ്പേരിക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും എന്താ കൊണ്ടുവരിക, ബീട്രൂട്ടാണ് കൊണ്ടുവരിക കേട്ടോ. ബീട്രൂട്ട് നല്ലതാണ്, ചോര ഉണ്ടാകാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ബീട്രൂട്ടാണ് കൊണ്ടുവരിക. അല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങൾ ഉപ്പേരി വർഗ്ഗങ്ങൾ കൂട്ടൽ കമ്മിയാണ് കേട്ടോ. എല്ലാവർക്കും നോക്കിയാൽ അറിയാം, നമ്മൾ മീൻ വർഗ്ഗങ്ങളാണ് കൂടുതൽ, മീൻ, മുട്ട, ഇറച്ചി അതൊക്കെ ഈ കാര്യം കൂടുതലുണ്ടാകുക. ഉപ്പേരി ഉണ്ടാക്കുന്നത് ഏറ്റവും കുറവാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കലുള്ളൂ. പൊതുവേ ഉപ്പേരി ഉണ്ടാക്കൽ നമ്മൾ കുറവാണ്. ഉപ്പേരി തോരനൊക്കെ ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ബീട്രൂട്ടിൽ ഞാൻ ആ മറ്റേ സാധനമല്ല അതിലിട്ട് ഇങ്ങനെ ചുരണ്ടി എടുത്തതാണ് കേട്ടോ. നമ്മൾ കൊത്തി അരിഞ്ഞതല്ല, ചുരണ്ടി എടുത്തതാണ്. പിന്നെ തേങ്ങയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതുമാണ് ഇട്ടത്. പിന്നെ ഉപ്പിട്ടിട്ട് നല്ലപോലെ കുഴച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് അങ്ങനെയാണ് ഇത് ഉപ്പേരി ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പണി എന്താ ചോദിച്ചാൽ കുറച്ച് കൂടി മുരിങ്ങ ഉണ്ട്, കുറച്ച് തോന മുരിങ്ങ മരം മുറിച്ചതായിരുന്നു. അപ്പോൾ ഇത്തിരി തോന മുരിങ്ങ ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്ന്. അപ്പോൾ അതിന് പകുതി എടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ താളിച്ചത്. പകുതി ഞാൻ കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പം അതിങ്ങനെ കൊഴിയണത് കുറഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ കഴിക്കണത് കുറഞ്ഞൊക്കെ കിട്ടും കേട്ടോ. ഈ കവറിൽ കെട്ടി വെച്ചാൽ അച്ചൽക്ക് വെക്കുകയാണെങ്കിൽ എപ്പോഴും അത് കേട് വരും. ഇനിയിപ്പോൾ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിലും കഴിക്കും എന്നാണ് തോന്നുന്നത്. പിറ്റേന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര ഒരു കയ്പ്പേക്കാരം. അപ്പോൾ കവറിൽ കെട്ടി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കവറിൽ കെട്ടി വെക്കണം. അതേപോലെ തന്നെ നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ഈ പേപ്പറിലില്ലേ, ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കൂല, അതിന് കറുപ്പ് വരാതെക്കാൻ, അതേപോലെ തന്നെയുണ്ട് ഈ കവറിൽ കെട്ടി വെക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഈ ഇല വർഗ്ഗങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ ഉപ്പേരിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊന്നും ഇടാത്തതുകൊണ്ടാണ് തോരൻ എന്ന് പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെയാണ്, തേങ്ങ ഇട്ടാൽ മാത്രമേ തോരൻ പറയുള്ളൂ, അല്ലെങ്കിലൊക്കെ ഉപ്പേരിയാണ്. പിന്നെ നമുക്ക് മത്തി പൊരിക്കാനാണുള്ളത്. മത്തീൻ്റെ ഉടലും തലയും വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതും കൂടിയും പൊരിച്ചെടുത്താൽ നമ്മളെ ഉച്ചക്കത്തെ കാര്യപരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കാകപ്പാട്ടിലൊരു കാര്യപരിപാടി. അതും കൂടി കഴിഞ്ഞാൽ ഒരു സമാധാനമായി. ഇനിയിപ്പോൾ ഒരു ബ്ലൗസ് അടിക്കാനുണ്ട് കേട്ടോ, അവിടെ മെഷീൻ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും അടിക്കണം. അതിൻ്റെ ഇടയിൽ ഇതാക്കണം, ഭയങ്കര ദാഹമാട്ടെ. ഈ ഒരു ഉച്ച നേരത്തെ ഈ ഒരു സൈഡിലേക്ക് വരാൻ പറ്റൂല കേട്ടോ. ഈ ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂട്, പറഞ്ഞാൽ നല്ല ചൂടാണ്. തല ഇങ്ങനെ വിണ്ട് കീറും, അതുമാതിരി ചൂടേക്കാരം. അപ്പോൾ ഒരു 8 മണി 9 മണി 10 മണീൻ്റെ ഉള്ളിൽ അടുക്കളയിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടില്ലെങ്കിൽ തല പൊളിഞ്ഞ് ചാടും. ഒന്നാമത് നമുക്ക് മൈഗ്രെയിനും കാര്യങ്ങളാണ്, വെയിൽ കൊള്ളാൻ പറ്റൂല, അങ്ങനത്തെ ഓരോരോ മാമൂലുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ സമയം ഒരുപാട് അയക്കണം കേട്ടോ. ഒന്നാമത് നമ്മൾ മാറാല തട്ടാനും അത് ഒന്ന് അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ വന്നത്. അപ്പം മീൻ അങ്ങനെ പൊരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, പിന്നെ വീതനൊക്കെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പണികളാണെങ്കിൽ എടുത്താലും തീരൂലല്ലേ. ഏതായാലും പറഞ്ഞ് നമ്മളെ പണികളൊക്കെ തീർന്ന് അടുക്കളയൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. സമയം ഒരുപാടായിട്ടുണ്ട്. അതിലാണ് കോണിംഗ് ബെല്ല് അടിച്ച് ചെന്ന് നോക്കിയപ്പോൾ ഇതാ ഈ 2 പൊതി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റിയൊന്നും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആരെ തന്നത് ചോദിച്ചാൽ 2 വണ്ടിക്കാരതാകണം പോണേക്കൂടെ. അപ്പോൾ ഒരു വെച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വലിയൊരു കമ്പനി ഉണ്ട്, ACM പറഞ്ഞിട്ടൊരു വലിയൊരു കമ്പനി ഉണ്ട്. മഞ്ഞൾ കമ്പനിയാണെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ അങ്ങോട്ട് ആരും പോകാത്തതുകൊണ്ട്, ആ കമ്പനിക്കാർ അങ്ങനെ പോകാത്തതുകൊണ്ട് നമ്മളിവിടെ നിന്നൊന്നും ആരും പോകലില്ല. അപ്പോൾ അവിടെ വലിയൊരു കമ്പനി ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗ്യമാണ് കേട്ടോ, കൊല്ലം തരുന്നതാണിത്. അപ്പോൾ ഇന്ന് കുറച്ച് തോനുണ്ട്. എന്തൊക്കെ ചോദിച്ചാൽ പായസത്തിൻ്റെ ഉണ്ട്, പിന്നെ മല്ലിയും മുളകും എന്താ പറയുക 1 കിലോനോ 1 കിലോനുണ്ട്. പിന്നെ 2 പാൽപ്പൊടി, പിന്നെ സൺഫ്ലവർ ഉണ്ട്, അതേപോലെ തന്നെ പാത്രം കഴുകണത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെന്താ ഉള്ളത് ഒരു സോപ്പ്, സാബൂൻ, അങ്ങനത്തെ എക്സോ അങ്ങനത്തെ ബാറിൻ്റെ അത്, പിന്നെ മഞ്ഞൾപ്പൊടി ചെറുതാണ് കേട്ടോ, സൂപ്പർനോവൻ്റെയാണ് എല്ലാതും. അപ്പോൾ ആ ഒരു ഇവിടെ കുറേ മഞ്ഞൾ അവിടെ പൊടിച്ചിട്ട് പിന്നെ വേറെ ഫാക്ടറിക്ക് കൊടുക്കുക, അങ്ങനെ എന്തോ ആണ് സംഭവം. നമ്മൾ കണ്ടിട്ടില്ല, ആ ഒരു ഫാക്ടറിയും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പം നമ്മളെ ഈ ഒരു ഏരിയയിൽ മമ്പാട് പഞ്ചായത്തിൽ തന്നെ ഇഷ്ടംപോലെ ഫാക്ടറികളുണ്ട്. വലിയ ഹലോണ പറഞ്ഞൊരു വാട്ടർ കുപ്പീൻ്റെ
വെള്ളക്കുപ്പീൻ്റെ ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട്. അതുപോലെ തന്നെ CH പറഞ്ഞ വേറൊരു ഫാക്ടറി ഉണ്ട്. CH പുട്ടുപ്പൊടി, പത്തിരിപ്പൊടി, വെളിച്ചെണ്ണ അങ്ങനത്തെ പറഞ്ഞിട്ട് വേറെ 2-3-4 ഫാക്ടറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തവർക്ക് പെണ്ണുങ്ങൾക്കൊക്കെ പണി അന്വേഷിച്ച് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമ്മളെ പോലെ തന്നെ കൂടുതലും പഠിക്കാത്തവരാവൂലേ, ഒരു 10 കഴിഞ്ഞാൽ കെട്ടിച്ച് വിട്ടവരാണ് പകുതി മുക്കാലും. ഓലൊക്കെ ഇതാക്കണ ഈ ഒരു ഫാക്ടറിയിൽ, ഈ ഒരു കമ്പനിയിൽ ജോലി എടുക്കണവരാണ് കേട്ടോ. ഏകദേശം ഒരു കുടുംബം നോക്കാം. അപ്പോൾ ഒരാൾ മാത്രം ജോലിക്ക് ഇറങ്ങിയാൽ പോരല്ല, 2 ആൾ തേച്ചു ഇറങ്ങിയാൽ തന്നെയാണ് ഇപ്പോഴത്തെ മക്കളോട് മല്ല് കെട്ടി നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പം ഇതാണ് നമ്മളെ കിറ്റുള്ള സാധനങ്ങളൊക്കെ ഇതാണ്. ACMൻ്റെ കമ്പനി ഇനിയും വളരട്ടെ, നല്ല ഉഷാറായിട്ട് വളരട്ടെ. അപ്പോൾ നമ്മളെ മറ്റേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തോ ഇരുകൈ അറിയരുത് എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല്. പക്ഷേ ആ ഇരുകൈ അറിയണം കേട്ടോ, നമ്മൾ കൊടുക്കണതൊക്കെ ഇരുകൈ അറിയണം, എന്നാലാണ് ഓൾക്കും കൂടി പ്രചോദനമാകുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓണത്തിനും തരലുണ്ട് കേട്ടോ കിറ്റുകൾ. ഇതാ പായസത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു കിറ്റ് ഓണത്തിനും ഒരു തരലുണ്ട്. കരണ്ടെന്ന് ഞങ്ങൾ നോക്കി നിൽക്കണം ഗൈസ്. മഴ പെയ്യുമോ ഇല്ലയോ? മലയിലൊക്കെ പെയ്യുന്നു തോന്നുന്നു. മണ്ണിൻ്റെ മണമുണ്ടോ? മഴ പെയ്യുമ്പോഴാണ് മഴ വന്ന് ഞാൻ തുണി എടുത്ത് ഇങ്ങോട്ട് വന്നതാണോ. നല്ല ഇരുട്ടായി വരുന്നുണ്ട്. വർഗ് പൊട്ടുണ്ട് റബ്ബറിൽ വറുപ്പ് പൊട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഞങ്ങൾ പൊട്ടുമോ? കറണ്ട് പിന്നെയും പോയി. ഞാൻ അടിക്കാൻ ഒരു ബ്ലൗസ് അടിക്കുന്നു കേട്ടോ. ആ കറണ്ട് ഇത് സ്വീപ്പാകാണല്ലോ. അപ്പോൾ കാണിച്ചു കാറ്റും അങ്ങനെ ഇതാക്കണം. ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ മിഷീമൊക്കെ ഇരുന്നപ്പോഴാണ് കറണ്ട് പെട്ടെന്ന് പോയത് കേട്ടോ. അപ്പം പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര കാറ്റുണ്ട്, മഴ വരാനുള്ളൊരു നല്ല കോളും ഉണ്ട്. അപ്പോൾ തുണിയും കുപ്പായൊക്കെ എടുത്ത് മഴനെ നോക്കി നിൽക്കണ പണി തന്നെയായിരുന്നു. കുറേ ആയില്ലേ മഴ കണ്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്, ഇക്കൊല്ലം ഇതാക്കണം ആദ്യമായിട്ടാണ് നമുക്ക് മഴ പെയ്യണത്. അപ്പോൾ അത് വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. തീവ്രത കുറച്ച് കൂടുതലുണ്ട്, എന്നാലും നോക്കി നിൽക്കുക തന്നെ. നമ്മൾ വിറക് എടുക്കാൻ വേണ്ടി വന്നാണ്. മഴ പെയ്ത് തുടങ്ങി. മഴ തുള്ളിയിട്ട് ഗൈസ്, കർണാടക നല്ല മൂടി നിൽക്കുന്നുണ്ട്. ഇടിവാളൊക്കെ മിന്നുണ്ട് ഗൈസ്. അച്ഛനെന്തിനാ വരുന്നു? രൂക്ഷമായ പക്ഷേ ഉണ്ടല്ലോ, നമ്മളെ കാലിൻ്റെ ഇടയിൽ കൂടെ ഉറുമ്പൊക്കെ കയറിയിക്കണേ. നമ്മൾ പെട്ടു ഗൈസ്, പെട്ടു. ഇവിടെ അമ്മ എന്താക്കണ എന്തൊക്കെ അങ്ങോട്ട് നടക്കേ. നമ്മള് പെരേക്ക് പോകാം. നമ്മൾ ചെറിയച്ഛൻ്റെ വീട്ടിലാണ്. അവിടെ വരുന്നുണ്ടോ? അച്ഛൻ പോകുന്നുണ്ട്. ആർക്കല്ലേ അച്ഛൻ പോയിക്കോട്ടെ. നമ്മളെ രക്ഷിക്കാൻ വന്നിട്ട് കഴിച്ചു. ഓൽക്കൊക്കെ ഷീറ്റ് ഉണ്ട് കഴിച്ച്, ഞങ്ങൾക്ക് ഷീറ്റില്ല. ഞങ്ങൾക്ക് ഷീറ്റില്ല ഞങ്ങൾക്ക് ഷീറ്റില്ല കഴിച്ച്, ഷീറ്റുണ്ട്. അപ്പോൾ മഴ വരുന്ന കണ്ടിട്ട് ഞങ്ങൾ വിറകെടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയിൽ പോയതാണ്, പയറുണ്ടാക്കുന്ന അവിടെ പോയതാട്ടോ. പെട്ടെന്നാണ് ആ മഴ പെയ്ത്, ഞങ്ങൾ കുടുങ്ങിപ്പോയി. പിന്നെ അവിടെ നമ്മളെ അമ്മോൻ്റെ മകൻ്റെ വീട്ടിൽ കയറി നിൽക്കുക ചെയ്തത്. പിന്നെ കണ്ണൻ വണ്ടിയും കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന കേട്ടോ. അപ്പോഴത്തേനും മൂപ്പര് പണി കയറി വന്നു. പുഴയിലായിരുന്നു പണി. ഇപ്പം ഇടിമിന്നലുണ്ടാകുമ്പോൾ പുഴയിൽ നിൽക്കാൻ പറ്റൂലല്ലോ, അതിൽ വേഗം ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തിൻ്റെ കേടായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കുമല്ല, ഇക്ക് എന്തിൻ്റെ കേടായിരുന്നു. മഴ വരുന്ന ആ തക്കം നോക്കിയാണ്ട് ആ ഒരു വിറകെടുക്കാൻ വേണ്ടി മണ്ടി പോയതാണ്. ഇപ്പം ഇത്രയും ചീത്ത കേൾക്കാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു വേനൽ മഴ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഇടിമിന്നൽ വരിക, നമ്മൾ ശക്തിയായിട്ട് വരിക അപ്പോഴാണ് കേട്ടോ. ആ ഒരു നേരത്തെ വരിക, തട്ടിയ ആൾക്ക് നമ്മൾ 6 അടി മണ്ണിലാണ്, ഉറപ്പാണ്, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനാണ് ചീത്ത പറഞ്ഞതൊക്കെ. കേൾക്കേണ്ട ഒരു ബാധ്യസ്ഥ ഇക്കുണ്ടായതുകൊണ്ട് ഞാൻ ഫുള്ള് ഇരുന്ന് കേട്ടു. അങ്ങനെ ഇതാക്കണം. മഴ പെയ്യണതൊക്കെ രസം തന്നെയാണ്, തണുപ്പാണ്, സുഖമാണ് ഒക്കെ പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെ വീട് ചോരുന്നുണ്ട് കേട്ടോ, നല്ല ഉഷാറായിട്ട് ചോരുന്നുണ്ട്, അടിപൊളിയായിട്ട് ചോരുന്നുണ്ട്, ചോർന്ന് വരുന്നുണ്ട്.
മഴ സംഭവമൊക്കെ ഉഷാർ തന്നെയാണ്, പറഞ്ഞിട്ട് എന്ത് കാര്യം. ഈ ഒരു ചോറിനോടത്ത് പാത്രം വെച്ച് ആകെ മാനം കെടുകയുണ്ടോ. ആദ്യം മെഷീൻ്റെ അവിടെ വെച്ച്, പിന്നെ കൊലയിൽ കൊണ്ടുവച്ച്, പിന്നെ കടക്കൻ്റെ മേലെ കൊണ്ടുവച്ച്, അങ്ങനെയാണുള്ളത്. ഇനിയിപ്പോൾ മഴക്കാലം ആകുമ്പോഴേക്ക് ആലോചിച്ചുകൂടെ പാത്രം എവിടേക്കാണ് വെക്കണം എന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓട് മാറ്റുക എന്ന് പറയണത്, ആദ്യം ഓട് മാറ്റുന്നതിന് മുന്നേ നമുക്ക് പട്ടിക മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഈ പേര പൊളിച്ച് പണിയേണ്ടി വരും, എന്നാലേ ശരിയാകുള്ളൂ. അപ്പോൾ അതവിടെ ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, മഴയൊക്കെ പെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു ചൂടുള്ള എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നല്ല ചൂടുള്ള ചായയും കടിയും അല്ലെങ്കിൽ പായസമാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. അപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റി കയറുന്നവർക്കാണ് ACMമാർ കിറ്റ് കൊണ്ടുവന്ന് കേട്ടോ. മഴ പെയ്യുന്ന ഓൾക്ക് ഉറപ്പുണ്ടേന്ന് തോന്നുന്നു, അതുകൊണ്ടെന്താണ് ഉള്ളു പായസത്തിൻ്റെ പൊതി വേറെ അതിലുണ്ടേന്ന്, പാലാട ഉണ്ടേന്ന്, പിന്നെ 100, 200, 500 ഗ്രാമിൻ്റെ ഒക്കെ ആ പാൽപ്പൊടി ഉണ്ടേന്നു. പിന്നെ ഒന്നും നോക്കിയതൊന്നുമില്ല, വളരെ പെട്ടെന്ന് എല്ലാ പരിപാടിയും. അപ്പോൾ കണ്ടോ, ശോകമാണ്. നമ്മൾ പായസം ഉണ്ടാക്കാൻ രണ്ടാളും തലങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ട് നിൽക്കണം. കണ്ണൻ എന്താക്കണം, ഇവിടെ പാൽപ്പൊടി തിന്ന് ഉത്തരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടാക്കി, നല്ല രസമല്ലേ മഴ പെയ്യുമ്പോൾ തിന്നാൻ. അങ്ങനെ എന്താക്കണം, നമ്മൾ സേമിൻ്റെ കിറ്റൊക്കെ പൊട്ടിച്ച് നല്ല ഉഷാറായിട്ട് പാലട പ്രഥമൻ ഉണ്ടാക്കാം. പ്രഥമൻ എന്ന് പറയാനും പറ്റില്ല, പാൽവെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതാക്കണ്. പൂച്ചക്കുട്ടിയൊക്കെ കയറി ഇരിക്കണ ഇരുത്തം കണ്ടോ, നല്ല തണുത്തിട്ട് നല്ല ഉഷാറായിക്കണ്. ഇവിടെ ഇതാക്കണ നല്ല ഉഷാറായിട്ട് പുഴ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പുഴ ആയിട്ടുണ്ട്. നല്ല മഴ പറഞ്ഞാൽ നല്ല അടിപൊളി മഴ തന്നെ, കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പായസം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. കറണ്ട് വെളിച്ചമൊന്നുമില്ല, ടോർച്ചിൻ്റെ വെട്ടത്തിലിരുന്നിട്ടാണ് ഞങ്ങൾ പായസം ഉണ്ടാക്കണത്. അപ്പോൾ പായസമൊക്കെ ഒരുവിധം ഉണ്ടായി വരുമ്പോൾ മഴ പോകുമോ എന്നുള്ളൊരു സംശയമാണ്. പൊതുവേ നമ്മൾ ഏതൊരു പണിക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയാണ്. ഈ ഒരു മഴനെ വിചാരിച്ച് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കും, പൊതുവേ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ തിന്നാനാകുമ്പോഴത്തേനും മഴൻ്റെ പാട്ടിന് പോകലുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പായസം ഒരുവിധമായിട്ടുണ്ട്. ടോർച്ചടി ഏതായാലും നിൽക്കാനായിട്ടുണ്ട്. കറണ്ട് എപ്പോഴോ പോയതാണ്, മഴ വന്നപ്പോൾ തന്നെ കറണ്ട് പോയതാണ്. അപ്പം അങ്ങനെ പാൽവെള്ളമായിട്ടുണ്ട് കേട്ടോ. പാലയുടെ പ്രഥമന് കുറവാണെങ്കിലും പാല് ഇഷ്ടം പോലെ ഉണ്ട്. പഞ്ചസാരയും ഒരു കിറ്റാകുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. കുറച്ചൊക്കെ വറ്റി അടിപൊളിയായി. ഇനിയിപ്പോൾ വറ്റിക്കാനുള്ള നേരമില്ല, അപ്പോൾ അതൊരു മഴ പോകും പേടിച്ചാണ്ട് ഞങ്ങൾ കുറച്ചേ വറ്റിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ഇത്തിരി നെയ്യും കൂടി തൂവി കൊടുത്തപ്പോൾ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു പൂതിക്ക് ഇത്രയൊക്കെ തന്നെ മതിയാണല്ലേ. അപ്പോൾ ഒരു പൂതിക്ക് കുടിക്കാൻ ഊതി കുടിക്കാൻ ഇതന്നെ ധാരാളം. അങ്ങനത്തെ ഊതി കുടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ നാവ് പൊള്ളി അണ്ടക്കടാഹം വരെ പൊള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കളിയാണ് അപ്പോൾ അവിടെ ഉള്ളത് കേട്ടോ. മൂപ്പര് കടന്നുറങ്ങാണ്, നല്ല സുഖമല്ലേ കടന്നുറങ്ങാനായിട്ട്. അങ്ങനെ പിന്നെ വൈകുന്നേരമാണ് കഴിഞ്ഞ്, രാത്രി കുട്ടിക്ക് പഠിക്കാണ്ടല്ലോ, പിറ്റേന്ന് പരീക്ഷ ഉണ്ട്. അപ്പം ഒരു ടോർച്ചും കാര്യങ്ങളൊക്കെ ഓഫായി പോയി, കറണ്ടും ഇല്ല. പിന്നെ മെഴുകുതിരിൻ്റെ വട്ടത്തിലിരുന്നിട്ടാണ് പഠിച്ചത്. പണ്ട് മഹാന്മാരൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇജാതി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലിട്ടോ. ബൈ.